ഹലോ ടീം മെമ്പേഴ്സ്, ഗുഡ് ഈവനിങ്. ഇറ്റ്സ് മീ ഗേറ്റ് ആമിട്ടോ. എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 2026 എങ്ങനെ നമുക്ക് കളറാക്കാം. 2026 കളറാക്കുന്നതിന് മുന്നേ 2025 എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടാവും. ചില വ്യക്തികളൊക്കെ പറയുന്നുണ്ടാവും, 2025 ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സ്വപ്നം വരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ബിഗ് പ്ലാനിങ് ഉണ്ടായിരുന്നു, ബിഗ് ഫ്രെയിം ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എൻ്റെ മൈൻഡിലേക്ക് വരാനോ അല്ല എൻ്റെ ജീവിതത്തിലേക്ക് വരാനോ ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ആരായിരിക്കും? ഫാമിലിയാണോ? ഫ്രണ്ട്സാണോ? ബാക്കിയുള്ള ടീം മെമ്പേഴ്സാണോ? നെവർ എവർ. ആരുമല്ല. നമ്മളെ ബ്ലോക്ക് ചെയ്തത് നമ്മളെന്ന ഒരാൾ മാത്രമാണ്. നമ്മൾക്ക് ഇത്ര മതി, നമ്മൾ എവിടെയും എത്തണ്ട, എനിക്ക് എവിടെയും കഴിവൊന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബിഗ് ഫ്രെയിമിലേക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ടാവില്ലേ? നമ്മൾ ഉള്ളിലാണ് നമ്മളെ കഴിവുകൾ കിടക്കുന്നത്. നമ്മൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മളത് മാത്രമാണ്. ചുമ്മാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയാവോ? ഇല്ലല്ലോ. രാവും പകലും അതിന് നമ്മൾ എഫേർട്ട് ഇട്ടാലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരും. ഇനിയും എവിടെയും സിറ്റ് ചെയ്യാതെ, ഇനിയും എവിടെയും ആരെയും കാത്തിരിക്കാതെ നിങ്ങൾക്ക് പോകേണ്ട വഴി അത് നിങ്ങൾ തന്നെ സെലക്റ്റഡ് ആക്കണം. നിങ്ങൾക്ക് പോകേണ്ട ഡ്രീം അത് നിങ്ങൾ തന്നെ സെലക്റ്റഡ് ആക്കണം. നമ്മൾ ഓരോരുത്തരും പറയുമല്ലേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവർ വന്ന് പൂർത്തിയാക്കും. ആര് വന്ന് പൂർത്തിയാക്കാനാണ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ? നമ്മൾ തന്നെ അതിന് എഫേർട്ട് ഇട്ട് നമ്മൾ തന്നെ അതിനെ മാക്സിമം ക്ലിയർ ആക്കി എന്നിട്ട് വേണം നമ്മളെ ആഗ്രഹത്തെ നമ്മൾ സക്സസ് ആക്കാൻ. ഈ 2026 ആകുന്നതിന് മുന്നേ 2025 എൻ്റെ ആകുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരൊക്കെയോ ആവണം. ഈ ആരൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ ഒരു കാര്യം ഡെയിലി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളെ മൈൻഡിൽ അത് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വല്ല വിഷനാണെങ്കിലും ആ എന്താന്നതിൻ്റെ ഉള്ളിൽ അത് നടന്നിരിക്കും. ഇനിയും മാറിയിട്ടില്ലേ? വീണ്ടും വീണ്ടും നമ്മളെ റീപോളിഷ് ചെയ്ത് റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടേയിരിക്കാം. എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇനിയും കാത്തിരിക്കാൻ നിങ്ങളോട് തന്നെ പറയണം, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ പറ്റൂല. എൻ്റെ സ്വപ്നത്തെ ഞാനായിട്ട് ഇറങ്ങിച്ചെല്ലണം. അത് നിങ്ങളെ കൊണ്ടേ പറ്റും. നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. ഇറ്റ്സ് മീ ഗേറ്റ് ആമി ടോക്ക്. എൻ്റെ